8 മാസം നീണ്ട 180 ദിവസം, കൃത്യമായി പറഞ്ഞാൽ 180 ദിവസം നീണ്ട കഠിനമായ പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്ന എല്ലാവരെയും ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഇന്നെടുത്ത പ്രതിജ്ഞ അക്ഷരത്തിലും അർത്ഥത്തിലും പാലിച്ചുകൊണ്ട് നാടിനെയും ജനങ്ങളെയും സേവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു. ഇന്ന് പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്നവർ എക്സൈസ് സേനയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. വളരെ അഭിമാനകരമായൊരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പരിശീലനം പൂർത്തിയാക്കിയവരിൽ ബഹുഭൂരിപക്ഷവും ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതകളുള്ളവരാണ് എന്നതാണ്. ഒരാൾ MBA യോഗ്യതയുള്ളയാളാണ്, വേറൊരാൾ MCA യോഗ്യതയുള്ളയാളാണ്. BTech യോഗ്യതയുള്ള 32 പേരാണ് ഇന്ന് പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്നത്. 17 പേർ ബിരുദാനന്തര ബിരുദധാരികളാണ്, 88 പേർ ബിരുദധാരികളാണ്. ഇങ്ങനെ പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങിയ 173 പേരിൽ ബഹുഭൂരിപക്ഷവും ബിരുദമോ അതിന് മുകളിലോ ഉള്ള വിദ്യാഭ്യാസ യോഗ്യതകളും പ്രൊഫഷണൽ യോഗ്യതകളും ആർജിച്ചിട്ടുള്ളവരാണ്. അത് തീർച്ചയായും എക്സൈസ് സേനയ്ക്ക് അവരുടെ ഈ യോഗ്യതകൾ മുതൽക്കൂട്ടാകും. എക്സൈസിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ ഇവരുടെ പ്രവേശനം സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ധാരാളം പേർ എക്സൈസിൽ ചേരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഇവിടെ 173 പേരാണ് പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. എക്സൈസിനെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ, സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളൊരു കാലമാണ്. ആ ഉത്തരവാദിത്തങ്ങൾ എക്സൈസ് ഫലപ്രദമായി തന്നെ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സേന എന്ന നിലയിൽ അച്ചടക്കത്തോടെ, കാര്യക്ഷമതയോടെ, എന്നാൽ അങ്ങേയറ്റത്തെ സാമൂഹിക സേവന തൽപരതയോടുകൂടിയാണ് എക്സൈസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സൈസിൻ്റെ വർദ്ധിച്ച ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കണക്കിലെടുത്തുകൊണ്ട് സേനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും അതോടൊപ്പം പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി അഭിമുഖീകരിക്കാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ ആധുനികവൽക്കരിക്കുന്നതിനുമാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.